അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാൾ നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊള്ളണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛമ്മയും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. നല്ലോണം പേടിയുണ്ട്, അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ മനുഷ്യനെ കൊന്നിട്ട് ഹരം കൊള്ളുന്ന വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായ ചെന്താമര എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് പാലക്കാട് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു സന്തോഷകരമായ ഒരു വാർത്ത പുറത്തു വരികയാണ്. ഇദ്ദേഹം കൊടും ക്രിമിനലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തോട് എന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ കേൾക്കണം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഗാന്ധിജി അല്ല എന്നാണ്. ഒരു കരണം തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജി അല്ല എന്ന് പറഞ്ഞു. അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോടതിയോട് ബോധിപ്പിക്കാനുണ്ടോ എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, എന്നെ തൂക്കിക്കൊന്നോളൂ എന്നുള്ള മറുപടിയാണ്. എത്രമാത്രം അദ്ദേഹത്തിന്റെ ഒരു മനസ്സാക്ഷി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രമാത്രം കൊലപാതകങ്ങൾ നടത്തിയിട്ട് പോലും യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ വളരെ വൃത്തികെട്ട രീതിയിൽ കോടതിയോട് പോലും കൊഞ്ഞരം കുത്തുന്ന രീതിയിലുള്ള വർത്തമാനമാണ് ചെന്താമര ഇന്ന് കോടതിയിൽ കാഴ്ചവെച്ചത്. ഏതായാലും നീതിയുടെ പരമാവധി ശിക്ഷയായ കൊലക്കുറ്റം അല്ലെങ്കിൽ കൊലക്കയർ തന്നെ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മളെ എല്ലാവരെയും അല്ലെങ്കിൽ കേരളക്കരയെ മൊത്തം അതിശയിച്ച ഒരു കൊലപാതക പരമ്പര നടത്തിയ ഒരു വൃത്തികെട്ട ഒരു കൊടും ക്രിമിനലാണ് ഈ ചെന്താമര എന്ന് പറയുന്ന മനുഷ്യൻ. 2019 അദ്ദേഹം ആദ്യത്തെ കൊലപാതകം നടത്തിയത്. നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് അദ്ദേഹം വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം തൻ്റെ ഭാര്യ തന്നിൽ നിന്നും അകന്നു പോകാൻ കാരണക്കാരി ഈ സജിതയാണ്, അയൽവാസിയായ സജിതയാണ് എന്നാണ് ഈ ചെന്താമര മനസ്സിലാക്കിയിരുന്നത്. അതിന് അഭിചാരം നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പോലും ഉപദേശം തേടിയിരുന്നു. ആ സമയത്ത് അവരും പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഭാര്യ അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അയൽവാസികളാണ് എന്നുള്ള ഒരു മനസ്സിൽ കുത്തിവെക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പകയുമായിട്ട് നടന്ന ചെന്താമര 2019 ഓഗസ്റ്റ് 31 സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഏകദേശം 2025 ഒക്ടോബർ 18 കോടതി ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് അതിൽ ശിക്ഷ വിധിച്ചത്. അതിൽ ഇരട്ട ജീവപര്യന്തമായിരുന്നു ഈ പ്രതി ചെന്താമരക്ക് കോടതി അന്ന് വിധിച്ചിരുന്നത്. ആ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന സമയത്ത് പോലും ഇവരുടെ കുടുംബക്കാർ വളരെ വ്യക്തമായിട്ട് പോലീസ് അന്ന് പരാതി പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം അവിടെയാണ്. എന്നിട്ട് പോലും ഈ കൊടും ക്രിമിനലിന് അവർ ജാമ്യം കൊടുക്കുന്നു, പരോള് കൊടുക്കുന്നു. ആ ജില്ലയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് ലംഘിച്ചിട്ട് ചെന്താമര അവിടെ എത്തുകയാണ്. അങ്ങനെ 2025 ജനുവരി 27 ഇരട്ടക്കൊല നടത്തുകയാണ്. വീണ്ടും പ്രതിയായി രണ്ടാമത് വെട്ടിക്കൊല്ലുകയാണ്. കാരണം ഈ സജിതയുടെ ഭർത്താവായ സുധാകരൻ എന്ന് പറയുന്ന ആളെയും അതുപോലെ തന്നെ അമ്മയായ മുത്തശ്ശിയായ ലക്ഷ്മി അമ്മയെയും കൂടി അദ്ദേഹം വകവരുത്തുകയാണ്. അങ്ങനെ 3 പേരെയും കൊന്നിട്ടാണ് ഈ ചെന്താമര എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് കാട്ടിലാണ് പോയത്. ആദ്യത്തെ കൊലപാതകം ചെയ്തിട്ട് നെന്മാറക്കാട്ടിൽ ഒളിച്ചിരുന്നു. അവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എങ്കിൽ രണ്ടാമത്തെ ഈ ഇരട്ടക്കൊല ചെയ്തതിന് ശേഷം വീടിൻ്റെ അടുത്തുള്ള കാട്ടിൽ ഇദ്ദേഹം ഒളിവിൽ പോവുകയാണ്. അവിടെ ഏകദേശം 36 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് തെരച്ചിലെല്ലാം നിർത്തിയെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് കോഴിക്കറിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. യാതൊരു മനസ്താപമോ അല്ലെങ്കിൽ മനസാക്ഷി കുത്തോ ഒന്നുമില്ലാതെ ഈ വൃത്തികെട്ടവൻ പോലീസിനോട് അന്ന് ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു വർത്തമാനമാണ്. ഇന്നും അദ്ദേഹത്തിന് ആ കൊലപാതകത്തിൽ യാതൊരു മനസാക്ഷി കുത്തുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം കോടതിയിൽ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ മാത്രം മതി കോടതിക്ക് ശിക്ഷ വിധിക്കുന്ന സമയത്ത് പരിഗണിക്കാൻ. ഞാൻ ഗാന്ധിജിയല്ല, ഒരു കരണം തടിച്ചാൽ മറുകരണം കാണിക്കാൻ എന്നും അതുപോലെ തന്നെ വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്നുള്ള ഒരു മുദ്രാവാക്യം കോടതിക്ക് മുന്നാകെ വിളിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം കിട്ടി. അത്രമാത്രം കൊടും ക്രിമിനലാണ് ഇവൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ചെന്താമരയുടെ ഈ ശിക്ഷാവിധി ഏതായാലും ബുധനാഴ്ചയാണ് കോടതി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി വരാനുള്ള ശിക്ഷാവിധി മാത്രമാണ് 2 ശിക്ഷാവിധി മാത്രമാണ് അദ്ദേഹത്തിന് വരാനുള്ളത്. ഒന്നുകിൽ തൂക്കുകയർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ജീവപര്യന്തം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത. ഏതായാലും ആദ്യത്തെ കൊലപാതകത്തിൽ തന്നെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പ്രതിയുടെ
ഏതായാലും ഈ സുധയുടെയും അതുപോലെ തന്നെ സുധാകരൻ്റെയും മക്കളുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അന്ന് അവരെ പോയി കണ്ട് സമാധാനിപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വരെ അവർക്കൊരു ജോലിയോ അവരെ സംരക്ഷിക്കാനോ ഇന്നത്തെ സർക്കാരിൻ്റെ ഏതായാലും ആഭ്യന്തരമന്ത്രിയായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ സർക്കാരിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് മാത്രമാണ് ആ കുട്ടികൾക്ക് രണ്ടാമതും അച്ഛനെയും അതുപോലെ തന്നെ മുത്തശ്ശിയെയും നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സഹായം തീർച്ചയായിട്ടും നിർബന്ധമാണ്. സർക്കാർ തീർച്ചയായിട്ടും കൊടുത്ത വാക്ക് ഇന്നെങ്കിലും പാലിക്കാൻ അവർക്ക് കഴിയണം. അവരുടെ സർക്കാരാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. ആ കുട്ടികൾക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കോടതി കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അമ്മയുടെ കേസിലും നല്ല ശിക്ഷ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞങ്ങളുടെ വക്കീൽ നല്ലതുപോലെ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. അയാൾ ഇനിയും ചെയ്യുന്നാണല്ലോ പറയുന്നത്. അപ്പം അയാൾക്ക് പരമാവധി നല്ല ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പുറത്തിറങ്ങിയ ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. കോടതി വളപ്പിൽ വെച്ചിട്ട് അയാൾ ഓരോന്നോരോന്ന് സംസാരിക്കണതൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ പേടിപ്പിക്കുകയാണോ? ഭയങ്കരമായിട്ടൊരു ഇതുണ്ട്. അയാൾ എന്താണ് ഓരോരോ വാചകങ്ങളാണ് അയാൾ സംസാരിക്കുന്നത്. കൊല്ലുന്നും ഇതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. ഇനി ഇറങ്ങുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. പരോളെ കിട്ടാതെ ഇരുന്നാൽ മതി. ഇപ്പൊ തന്നെ പുഷ്പ ചേച്ചി അവിടെ നാട് വിട്ടു പോയി. അതെ, അവർക്ക് എല്ലാവർക്കും പേടിയാണ് അയാൾ ഒരാളിന് കാരണം. നമുക്കിപ്പോൾ പുറത്തിറങ്ങുമ്പോഴും നമുക്ക് പേടിയല്ല ഇനി അയാൾ ഇറങ്ങുമെന്നുള്ളത്. നൈറ്റ് ഇറങ്ങുമ്പോഴായാലും ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അയാളുടെ ഏതെങ്കിലും രൂപം കാണുമ്പോഴായാലും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ഉറങ്ങാനൊന്നും നേരാവണ്ണം ഞങ്ങൾക്ക് പറ്റണില്ല. എല്ലാവരും അച്ഛനെ എല്ലാവരും കൊന്നു. ഇനി എവിടേക്കെങ്കിലും നൈറ്റിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടി നല്ല വിഷമാണ്. ഭയങ്കരമായിട്ട് പേടിയാണ് ഉള്ളിൽ. അയാളെപ്പോലെ ഒരു രൂപം കാണുമ്പോൾ രൂപമാണോ, രാത്രി ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും എന്തേലും വരുമോ, അനക്കം കേട്ട് കഴിഞ്ഞാൽ കൂടി നല്ല പേടിയാണ്. നമ്മളിപ്പോൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ അയാളെ പോലെയുള്ള രൂപങ്ങളൊക്കെ ആൾക്കാരിനെ കാണുമ്പോൾ നമുക്ക് അയാളെ പോലെ ഒരേ മുഖ സാദൃശ്യം പോലെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ ആവണം. ആ സമയം തന്നെ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇതാവും. ജയിലിൽ ചാടിയോന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. ജയിലിൽ ചാടി അങ്ങനെ 2-3 പേരിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നല്ലപോലെ ഒരുമാതിരി ഇതാവും. ഭയങ്കരമായിട്ട് ടെൻഷനും ഉണ്ട്. ഇയാൾക്ക് നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിപ്പോൾ എങ്ങനെ ജീവിതമൊക്കെ? അച്ഛനും അമ്മയില്ല. അപ്പോൾ അമ്മമ്മയും മുത്തച്ഛനൊക്കെ വളരെ വയസ്സായ ആൾക്കാരാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്? ബുദ്ധിമുട്ടിൽ തന്നെയാണ് പോണത്. ജോലി കാര്യങ്ങളായാലും കോപ്പറേറ്റിൽ തന്നെയാണ് ഞാൻ നോക്കി പോകുന്നത്. പിന്നെ രമേശ് ചെന്നിത്തല സാർ അന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിയുടെ കാര്യം ആർക്കെങ്കിലും ഒരാൾക്ക് റെഡിയാക്കി തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊലപാതകം നടന്ന സമയത്ത് എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. ഞങ്ങളിടയിൽ പാർട്ടി ഓഫീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ അതിന് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാണല്ലോ. അതെ, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സജിതയുടെ സഹോദരിയാണല്ലേ? അതാണ് കുട്ടികൾക്ക് നാളെ മേലെ ജീവിക്കാനുള്ള ഒരു ജോലി തരണമെന്ന് അപേക്ഷയാണ് ഞങ്ങളുടെ. ഇപ്പോൾ സജിതയുടെ അച്ഛനും അമ്മയാണ്. നമുക്ക് വലിയ വിഷമമുള്ളൊരു ജീവിതം തന്നെയായിരിക്കുമല്ലോ. പോവും, പണിയെടുത്തിട്ടും ഇപ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് തന്നെയാണ്. തൊഴിലുറപ്പിനും പോവും, പാടത്ത് പണിക്ക് എല്ലാ പണിക്കും പോവും. വേണം അങ്ങനെയൊക്കെയാണ് ഈ കുടുംബം നോക്കുന്നത്. കുടുംബം പോവും. പെൻഷനും ഉണ്ടല്ലോ. കുട്ടികൾക്ക് ഒരു തൊഴിൽ മാത്രം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. അവരുടെ ജീവിതം ഞങ്ങൾ രണ്ടാൾക്കും ഇനി പറയാൻ പറ്റില്ല. ഏതായാലും ചെന്താമരെ ഇനി ഒരിക്കലും പുറത്തേക്ക് വിടരുത് എന്നാണ് കുട്ടികൾ പറയുന്നത്. കാരണം അവർക്ക് ഉറക്കത്തിൽ പോലും പേടിയാണ്. ബാത്റൂമിൽ പോകുന്ന സമയത്ത് പോലും എന്തെങ്കിലും ഒച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു രൂപമാണ് അവരുടെ മനസ്സിൽ. കാരണം അമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ നഷ്ടപ്പെട്ടു, മുത്തശ്ശി നഷ്ടപ്പെട്ടു. ഇവരെല്ലാവരെയും ഒരേ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിലാണ് അദ്ദേഹം കൊന്നു തള്ളിയത്. ഇനി തീർച്ചയായിട്ടും കൊല്ലേണ്ടി വന്നാൽ ഇനിയും ഞാൻ കൊല്ലും എന്ന് തന്നെയാണ് ഈ ചെന്താമര എന്ന് പറയുന്ന വൃത്തികെട്ട കൊടും ക്രിമിനൽ ഇന്ന് കോടതിയിൽ വെച്ച് പറഞ്ഞത്. എങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കളുടെ ജീവൻ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ തയ്യാറാവണം. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെ ചേർത്തിപ്പിടിക്കണം. ആ വയസ്സായ മുത്തശ്ശി കൂലിപ്പണിക്ക് പോയിട്ടാണ് ഇന്ന് കുടുംബം പോറ്റുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ നാണിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കുടുംബങ്ങളെയൊന്നും ചേർത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും രാജിവെച്ച് പുറത്തു പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെ തള്ളിവിട്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നിയമ സംവിധാനവും ഇവിടുത്തെ സർക്കാരുമാണ്. അവരെ പോലെയുള്ള ആൾക്കാർക്ക് പരോളും ജാമ്യവും എല്ലാം കൊടുത്ത് വിടുന്ന സമയത്ത് ഇത്തരം കുട്ടികൾ ആ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അയൽവാസികൾ പോലും
നിങ്ങൾ മനസ്സിലാക്കണം. അയൽവാസികൾ പോലും പേടിച്ചിട്ട് വീട് പോലും വിട്ടിട്ട് ദൂരപ്രദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു നാട് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നാടിനെ കൂടി ചേർത്തിപ്പിടിച്ച് പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ആർജവം നമ്മുടെ സർക്കാർ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശിക്ഷയായ കൊലക്കയർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും വധശിക്ഷ തന്നെ ഇദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏതായാലും അടുത്ത ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വിധി കോടതി പ്രസ്താവിക്കുകയാണ്. ഏതായാലും പാലക്കാട് ജില്ലാ കോടതിയിൽ നിന്ന് നമുക്ക് നല്ലൊരു വാർത്ത കേൾക്കാമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ കുടുംബത്തെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മക്കളെയും സർക്കാർ കൂട്ടിപ്പിടിക്കുകയും അവർക്കൊരു ജോലി കൊടുത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം കൊടും ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഒരു പാതകമാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അധികപ്പറ്റാണ്. അവരെ തൂക്കിക്കൊല്ലണമെന്ന് തന്നെ അഭിപ്രായം പറയുന്നു. ഏതായാലും അവസാനമായിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.